ഇവിടുന്ന് ഒരു 4.5 കിലോമീറ്ററാണ് നമ്മുടെ കളക്ട്രേറ്റ്. 2 കിലോമീറ്റർ വൈറ്റില, 2 കിലോമീറ്റർ പാലാരട്ടം, 1.5 കിലോമീറ്റർ നമ്മുടെ അന്താരാഷ്ട്ര സ്റ്റേഡിയം. ടൗണിൻ്റെ നടുക്ക് ഹൃദയഭാഗം തന്നെയാണ്. കൊച്ചിയുടെ ഒരു ഓക്സിജൻ ഫാക്ടറി 18 മുതൽ 20 കിലോമീറ്റർ അന്തരീക്ഷ ശുദ്ധീകരണമുണ്ട്. എൻ്റെ പേര് പുരുഷോത്തമ കമ്മത്ത്. എൻ്റെ അച്ഛൻ കർഷകനായിരുന്നു. 84 വരെ ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ജോലി രാജിവെച്ചുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. കാരണം പ്രകൃതിയോടുള്ള അമിതമായ ഒരു ഭ്രമം, ഒരുപാട് ഭ്രാന്തം വിളി ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞ വർഷം വരെ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ബയോഡൈവേഴ്സിറ്റി ഫാം സ്കൂളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. 2 മുതൽ 3 ഡിഗ്രി വരെ സെൽഷ്യസ് ചൂട് ഇവിടെ കുറവാണ്. ഗേറ്റിന് പുറത്ത് വേറെ അന്തരീക്ഷം, അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റിൽ കയറിയ പ്രതീതിയാണ്. ഇതുമാതിരി ഇത് കണ്ടില്ല, ബട്ടർഫ്ലൈ നമ്മൾ ചിലപ്പോൾ മേലൊക്കെ വന്നിരിക്കും, കിളികൾ വരെ വന്നിരിക്കാറുണ്ട്. മിന്നാമിനിങ് മുതൽ കുയിൽ, മറ്റേ ഉപ്പൻ, കുളക്കോഴിയുണ്ട് ഇവിടെ. അങ്ങനെയുള്ള ഒത്തിരി ജീവജാലങ്ങൾ ഇവിടെ അവർക്ക് വസിക്കാനുള്ള സൗകര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഒത്തിരി വാഴകൾ നട്ടിട്ടുണ്ട്. അവർ ഭക്ഷിച്ചതിന് അല്ലെങ്കിൽ 1-2 പടല അവർ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ മൊത്തം അവർക്ക് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഫ്രൂട്ട്സ് തന്നെയാണെങ്കിൽ റംബൂട്ടാനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ നെറ്റിടുക എന്നുള്ള പരിപാടിയൊന്നുമില്ല. അവർ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കളക്ട് ചെയ്യും. ആദ്യമായിട്ട് ഞാൻ ചെയ്തത് നമ്മുടെ ഈ ക്ലൈമറ്റിൽ പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള പ്ലാന്റ്സുകൾ, അതായത് റെയർ പ്ലാന്റ്സുകളാണ് കളക്ട് ചെയ്തത്. അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നായി. അതിൻ്റെ സ്വഭാവങ്ങൾ, ഉപയോഗങ്ങൾ, പിന്നെ അതിൻ്റെ സയൻറ്റിഫിക് നെയിം. ഇന്ന് എൻ്റെ കയ്യിലൊരു 3000-ഓളം വെറൈറ്റി ഉണ്ട്. എനിക്കൊരു 10,000-ന് മേലെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അപരന്മാർ ഒത്തിരി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒറിജിനലെ കണ്ടെത്തുക. ചെന്തുരുണി എന്ന സ്ഥലപ്പേര് കിട്ടുന്നത് തന്നെ ആ മരത്തിൻ്റെ പേര് കൊണ്ടാണ്. നമ്മുടെ കുളത്തിപ്പുഴയിൽ കൊല്ലം ചെന്തുരുണി എന്നും പറയും. പല സ്ഥലങ്ങളിലും പല മരങ്ങളാണ് ഇപ്പോൾ ശരികൾ കാണുന്നത്. പക്ഷേ ഒറിജിനൽ എനിക്ക് കണ്ടെത്താൻ സാധിക്കും. കടമ്പ് തന്നെ ചുമന്ന, നീലക്കടമ്പ്, മഞ്ഞക്കടമ്പ്. ഇതിൽ ചുമന്ന കടമ്പ് വനത്തിൽ പോലും ഇല്ലാതായിക്കൊണ്ട് അത് എൻ്റെ ശേഖരത്തിലുണ്ട്. ദശമൂലം, ദശപുഷ്പം, ത്രികടു, ത്രിഫല, നാൽപ്പാമരം, പഞ്ചവൽക്കം, നക്ഷത്രപുഷ്പങ്ങൾ, ഇതൊക്കെ ഗ്രൂപ്പുകളാണ്. അങ്ങനെ ഒത്തിരി കളക്ഷനുണ്ട്. ഒരുമാതിരിയുള്ള ഫ്രൂട്ട്സ് എല്ലാം എൻ്റെ കളക്ഷനിലുണ്ട്. റംബൂട്ടാൻ, മലേഷ്യൻ റംബൂട്ടാനുണ്ട്, സാധാരണ നാടൻ റംബൂട്ടാനുണ്ട്, പിന്നെ മാംഗോസ്റ്റീൻ. മാവുകൾ തന്നെ 10-40 ഇനം മാവുകളുണ്ട്. ഇത് നമ്മൾ സാധാരണ പേടിക്കുന്നൊരു മരം, അതായത് ചേരെന്ന് പറയും. ചേര് ഇതിൻ്റെ കറ അല്ലെങ്കിൽ ചിലർക്ക് ഇതിൻ്റെ കാറ്റേറ്റാൽ ഇങ്ങനെ തടിക്കും. ഞങ്ങളൊക്കെ ആയിട്ട് നല്ല സൗഹാർദ്ദമായി എപ്പോഴും. ശരിപ്പോൾ ഏകദേശം 10-300 ആമയുണ്ട്. ഗൗരാമിനിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ തനതായിട്ടുള്ള വാഗബ്രാഗ്, അതും വംശനാശ ഭീഷണി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ താറാവിനെ വളർത്താറുണ്ട്. സാധാരണ ഇതിൽ സ്മെല്ലുണ്ടാവും. അതിൻ്റെ കാഷ്ടം മറ്റേ മീൻ തിന്നാൻ വേണ്ടിയാണ് അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2 പശുക്കളുണ്ട്, ഒരു കിടാവ്. പിന്നെ തീറ്റ തിരിയൊന്നും കൊടുക്കാറില്ല. ഞങ്ങൾ പഴയ രീതിയിൽ പിണ്ണാക്ക്, തവിട് അങ്ങനെയുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്. ശരിക്കും ഇത് എൻ്റെ ഒരു പാഷനാണിത്.